ബഹുമാനപ്പെട്ട ജോയി അച്ഛ, സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ബെന്നിച്ചേട്ട, സെക്രട്ടറി, മറ്റ് യൂണിറ്റ് ഭാരവാഹികളെ, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എൻ്റെയും കുടുംബാംഗങ്ങളുടെ പേരിലും ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. ആദിമ ക്രൈസ്തവ സഭയിലെ കൂട്ടായ്മയുടെ ഒരു പ്രതീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്നേഹത്തിലും കൂടിച്ചേരലിലും ഈ കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഓക്കെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മഹത്തായ ഭാഗ്യം. അവൻ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ വചനം. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് റീത്ത, കേന്ദ്ര സമിതി പ്രസിഡന്റ്, കേന്ദ്ര സമിതി സെക്രട്ടറി, കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ്, പ്രിയ സഹോദരന്മാർ, കർത്താവ് ഇന്ന് നമ്മളോട് വചനത്തിലൂടെ പറഞ്ഞത് ഏറ്റവും പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് ഈശോയ്ക്ക് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് യേശു നമ്മളോട് പറയുക. അപ്പോൾ പരിശുദ്ധാമ്മയുടെ ഈ ജപമാല മാസത്തിൽ നമ്മൾ ഇന്ന് ഈ ഭവനത്തിലെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് കൂടിയിരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും ആനന്ദവുമാണ്. കാരണം പരിശുദ്ധ മാതാവ് എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട് അവിടെയൊക്കെ വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭൂതി പകർന്നുകൊണ്ടാണ് അവൾ
കടന്നു വരുന്നതും കടന്നു പോകുന്നതുമൊക്കെ. അപ്പോൾ ആ ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലാണ്, ആനന്ദത്തിന്റെ അനുഭവത്തിലാണ് നാം. അപ്പൊ ഈ സന്തോഷവും ആനന്ദവും എന്നും നമ്മിൽ നിലനിൽക്കട്ടെ. നമ്മുടെ കൂട്ടായ്മ നേരത്തെ ഈ സ്വാഗത പറഞ്ഞതുപോലെ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കുന്ന സമയമാണ്. മാതാവിന്റെ വിശ്വസ്തത നിറഞ്ഞ ജീവിതവും യേശുവിനോട് അനുരൂപപ്പെട്ട ജീവിതവും പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ ജീവിതത്തിന്റെ മഹത്വവും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഈ അവസരത്തിൽ പരിശുദ്ധ മാതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ എന്താണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് സഭ നമുക്ക് നൽകുന്ന വിശ്വാസത്യങ്ങൾ, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വിശ്വാസത്യങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വിശ്വാസത്യങ്ങൾ എത്ര ഉണ്ട് അറിയാമോ? അവിടെ വർത്താനം പറയണ്ടായെങ്കിലും അവിടെ ഇരുന്ന് വർത്താനം പറയണ്ട. അവിടെ ഇരുന്ന് വർത്താനം പറയണ്ട. പരിശുദ്ധമ്മയെ കുറിച്ചുള്ള വിശ്വാസത്യങ്ങൾ എത്ര ഉണ്ട് അറിയാമോ? ഏഴോ? ആർക്കറിയാം? പരിശുദ്ധമ്മയെ കുറിച്ചുള്ള വിശ്വാസത്യം എത്ര വിശ്വാസത്യങ്ങളാണ് സഭ പഠിപ്പിക്കുന്നത്? പറഞ്ഞോ, ഇങ്ങോട്ട് പറഞ്ഞോ. നിങ്ങൾ സെന്റ് ജോസഫ് കണ്ടിട്ടല്ലേ? അമ്മ പറഞ്ഞോ, പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള വിശ്വാസത്യങ്ങൾ എത്ര ഉണ്ട്? 4 ശരിയാണോ? അത് ഏതൊക്കെയാണ് വിശ്വാസത്യങ്ങൾ? 4 ശരിയാണ്. അപ്പോ ഏതൊക്കെയാന്ന് പറഞ്ഞു പിള്ളേര് പറയടാ. ഇവിടെ പിള്ളേരുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ പരിശുദ്ധ മാതാവിനെ വിശ്വാസത്തിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ കന്യകാമറിയാം സ്വർഗാരൂപിതയാണ് എന്നുള്ളത് വിശ്വാസത്യമായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി 3 കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? പരിശുദ്ധ കന്യകാമറിയാം ഒരെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞോ, ശരിയാകും. നമ്മളെല്ലാ ദിവസവും ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വിഘ്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ? പരിശുദ്ധ കന്യക അമലോത്ഭവയാണ്. ഒന്നാമത്തതാണ് പരിശുദ്ധ കന്യകാമറിയാം അമലോത്ഭവയാണ്. അതായത് അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാപമില്ലാതെ ജനിച്ചോളാം അല്ലെ? അതാണ് അമലോത്ഭവം. അപ്പൊ ഒന്നാമത്തേതാണ്. രണ്ടാമത്തേതാണ് പരിശുദ്ധ മാതാവ് വിശ്വാസത്യമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് പരിശുദ്ധ മാതാവ്. ഇത് വളരെ കഷ്ടമുണ്ട്. കന്യകരുടെ പരിശുദ്ധ നിത്യ കന്യകയാണ്. അപ്പോ അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്. എന്നോടുകൂടിയാണ് പരിശുദ്ധ മാതാവ് നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരൂപിതയാണ്. പറഞ്ഞോടെയുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇല്ലല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം. പറഞ്ഞോടെയുണ്ട്. പറ. അതെ, ബിരിയാണി തണുത്തോട്ടെ. എന്ത് ബിരിയാണിയാണോ? തണുത്തു.
സമാധാനത്തിന്റെ രാജ്ഞിയാണ്. വിശ്വാസത്തെ എന്താ പറയണ്ട, ലിറ്റിനിയല്ല, വിശ്വാസത്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന പരിശുദ്ധ മാതാവ് അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. മറുപടി പറഞ്ഞു സമാധാനത്തിന്റെ ആണല്ല പരിശുദ്ധ മാതാവ്. അറിയില്ല, ഇത് വളരെ സങ്കടകരമാണ്. ബാക്കിയെല്ലാം ദൈവത്തിന് ദൈവമാതാവാണ്. അപ്പൊ ഇത് 4 കാര്യങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, ദൈവമാതാവാണ്, സ്വർഗാരോപിതയാണ്. ഇനി മറന്നു ആരെങ്കിലും? ഇനി മറക്കാൻ പാടില്ല. വിശ്വാസത്യമാണ്. പരിശുദ്ധ കന്യകയിലുള്ള വിശ്വാസത്യം സഭ പഠിപ്പിക്കുന്നതാണ്. പരിശുദ്ധ കന്യക അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്, ദൈവമാതാവാണ്. അപ്പൊ ഈ 4 വിശ്വാസത്യങ്ങളാണ് പരിശുദ്ധ കന്യകയെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. മറ്റാരെ കുറിച്ചും 4 സത്യങ്ങൾ ആരും കുറിച്ചും സഭ പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധ കന്യകയെ കുറിച്ച് മാത്രമേ 4 കാര്യങ്ങൾ വിശ്വാസത്യങ്ങളായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പോ നമ്മള് ഈ 4 വിശ്വാസത്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസത്യങ്ങളാണ് ഇതെല്ലാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ നിന്നുള്ള ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസത്യങ്ങളാണ് സഭ പരിശുദ്ധ കന്യകയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. ഇനിയിപ്പോ നമ്മളെ പരിശുദ്ധ കന്യകയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ വിശ്വാസത്യങ്ങളെ കുറിച്ചും പറയാനായിട്ട് നമുക്ക് സമയമില്ല. നമുക്ക് കുറെ സമയം പിടിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പറയാം. ഏതിനെ കുറിച്ച് പറയണം എന്ന് പറ. പരിശുദ്ധ കന്യകയെ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ച് ഇപ്പൊ പറയാം. ഏതിനെ കുറിച്ച് പറയണം? അമലോത്ഭവം വളരെ ലളിതമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഉത്ഭവപാപം, അതായത് പാപമില്ലാതെ ജനിച്ചവളാണ്. സർഗാരൂപതയും വചനാധിഷ്ഠിതമൊക്കെ എല്ലാം വളരെ സിമ്പിളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളൊരു പക്ഷേ ബൈബിളില് വായിച്ചിട്ടുണ്ടാവും എങ്കിലും നിത്യകന്യകയാണ് പരിശുദ്ധ കന്യക. അതിനെക്കുറിച്ചുള്ള അതൊരു വിശ്വാസത്യമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സഭ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ സംസാരിക്കാൻ വേണ്ട, ആരും ശ്രദ്ധിച്ചോടെ, അല്ല ആരും വർത്താനം പറയരുത്, ശ്രദ്ധയോടെ കേൾക്കണം. അവിടേക്ക് ഇരുന്ന് വർത്താനം പറയണമെന്നാണ്, ഇല്ലല്ലേ? അതെ, കൊച്ചിനെ പഠിക്കണം. അപ്പൊ പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ മാതാവിന്റെ വിശ്വാസങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മോശയെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് ഗ്രന്ഥത്തിലാണെന്ന് അറിയാമോ? മോശയെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ? പുറപ്പാടിലാണോ? പുറപ്പാട് പുസ്തകത്തിലാണ് മോശയെ കുറിച്ച് പറയുന്നത്, അല്ലെ? അപ്പൊ മോശയ്ക്ക് ദൈവം മോശയ്ക്ക് കാണപ്പെടുന്നുണ്ടല്ലോ. ദൈവം മോശയ്ക്ക് ദർശനം നൽകുന്ന ഒരു സംഭവമില്ലേ? അതിനോട് വെച്ചാണെന്ന് അറിയാമോ? സീനായ് മലയിലല്ല. സീനായ് മലയിൽ മോശയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? കൽപ്പനകൾ നൽകപ്പെടുന്ന മലയാണ് സീനായ് മല. മുൾപ്പടത്തിൽ ഒരു മലയിലുണ്ടാകുന്ന ഉൾപ്പടപ്പാണ്. ഏത് മലയാണത്? ഏത് മലയാണ്? എന്താ പറഞ്ഞു ശരിയാണോ? ഹൊറേബ് മലയിൽ വെച്ചാണ്. അപ്പൊ ഹൊറേബ് മല എന്നല്ല, അതിന്റെ അർത്ഥം തന്നെ ജ്വലിക്കുന്ന എന്നുള്ള അർത്ഥമാണ് ഹൊറേബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പൊ ജ്വലിക്കുന്ന മലയാണ് ഹൊറേബ് മല. ആ ഹൊറേബ് മലയിൽ വെച്ചാണ് ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൈവം മോശയ്ക്ക് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? മോശ തന്റെ അമ്മായത്തിന്റെ ആടിനെ മേയ്ക്കാനായിട്ട് ഹൊറേബ് മലയിലേക്ക് വന്നു. അവിടെ ധാരാളം പുല്ലുകളും മുൾച്ചെടികളൊക്കെ ഉണ്ട്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൊട്ടാവഴി നല്ല ഇഷ്ടമല്ല ആടിന്. അങ്ങനെയാണോ? നമ്മളിപ്പോ ഇഷ്ടംപോലെ പുല്ലുള്ള ഒരു സ്ഥലത്ത് ആടിനെ കൊണ്ട് കിട്ടുക. അവിടെ ഒരു സ്ഥലത്ത് നിറച്ച് തൊട്ടാവാടി ഉണ്ടെന്നുള്ളൂ. നീടി ആടുകള് തൊട്ടാവാടി തിന്നാൻ പോകും. ശ്രദ്ധിച്ചെന്താ? ശ്രദ്ധിക്കണം. അപ്പൊ ആടുകൾ തൊട്ടാവാടി തിന്നുള്ള. അപ്പൊ ആടുകൾക്ക്
ഈ മുൾപ്പടർപ്പിലേക്ക് വന്നേക്കണം ആടുകള് ഇങ്ങനെ എന്നതാണ് വളരെ വിശാലമായിട്ടുള്ള ആ മല പ്രദേശത്ത് ധാരാളം പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കരുതാം. അപ്പൊ അവിടെ അതായിരിക്കണമല്ലോ മോശം അവിടെ ആട് മേയ്ക്കാനായിട്ട് വന്നത്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മുൾപ്പടർപ്പിലാണ് ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? കത്തിജ്വലിക്കുന്ന ഒരു എന്താണ് തീയല്, മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയാണ്. അപ്പൊ മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുന്നതായിട്ട് മോശ കാണാൻ. മോശ കണ്ടപ്പോൾ അത് മോശയ്ക്ക് വളരെ ജിജ്ഞാസയായി. മോശ മുൾപ്പടർപ്പിന്റെ അരികത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അരികത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ മോശയ്ക്ക് ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് മുൾപ്പടർപ്പിൽ നിന്ന്. നീ അടുത്തോട്ട് വരണ്ട മോശ, നീ അടുത്തോട്ട് വരണ്ട, നീ നിന്റെ ചെരുപ്പൊക്കെ അഴിച്ച് ഒരുങ്ങി വരണം, ശുദ്ധനായിട്ട് വരണം, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇതാണ് മോശയോട് പറയുന്നത്. അപ്പൊ മോശ എന്ത് ചെയ്ത് നന്നായി ഒരുങ്ങി, അതായത് പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്റെ മനസ്സും ഹൃദയവും ശരീരവും എല്ലാം വിശുദ്ധീകരിക്കാനായിട്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്റെ ചെരുപ്പൊക്കെ മാറ്റി യേശുവിൽ മോശ മുൾപ്പടർപ്പിന്റെ അടികത്തേക്ക് വരെ. അപ്പൊ മോശ ശരിക്കും കാണുകയാണ്. മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് അത് കത്തി ജ്വലിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ തീക്ക് ഒരു എന്താണ് അന്ത്യമില്ല, അല്ലെങ്കിൽ ബ്രേക്കില്ല. തീക്ക് കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആ കത്തി ജ്വലിക്കുന്ന മുൾപ്പടർപ്പ് അത് എരിഞ്ഞില്ലാതാവുന്നില്ല. അല്ല, ബൈബിൾ എരിഞ്ഞില്ലാതാവുന്നില്ല, അത് സാരമാകുന്നില്ല. അപ്പൊ മോശത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അല്ലെ, ഇത്ര വിസ്മയകരമായ കാഴ്ച മോശ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ മോശയ്ക്ക് വലിയ ജിജ്ഞാസയും അത്ഭുതവും തോന്നി. മോശ അവിടെ തന്നെ നിൽക്കുകയാണ് പറയുന്നത്. നിങ്ങള് വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടോ? വിശുദ്ധ നാട്ടിൽ പോയത് ആരൊക്കെയുണ്ട്? ഞാൻ പോയിട്ടില്ല. ആരും പോയിട്ടില്ലേ? ഇല്ലല്ലേ, കുഴപ്പമില്ല, പൈസ തന്നെ പോയിട്ടേ. അപ്പോ വിശുദ്ധ നാട്ടിൽ പോകുമ്പോഴേ നമുക്ക് അവിടെ ഒരു കല്ല് കിട്ടും. അതായത് ബേണിംഗ് ബുഷ് റോക്ക് എന്ന് പറഞ്ഞാൽ, ബേണിംഗ് ബുഷ് റോക്ക് അല്ലെങ്കിൽ എന്താണ് റോക്ക് അല്ലെങ്കിൽ സ്റ്റോൺ, അത് തന്നെ. ഇത് രണ്ടും നെറ്റിലടിച്ചാൽ നമുക്ക് ഈ കല്ലിനെ കുറിച്ച് കാണാൻ പറ്റും. ബേണിംഗ് ബുഷ് റോക്ക് എന്നോ സ്റ്റോണെന്നോ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ആ കല്ലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കല്ല് നമ്മുടെ ഈ കല്ലിൽ ചെറിയൊരു കഷ്ണം കല്ല് കിട്ടിയാൽ ആ കല്ലില് എന്താണ് മുൾപ്പടർപ്പിന്റെ ഒരു രേഖാചിത്രം കാണുന്നത്. മുൾപ്പടർപ്പിന്റെ ഒരു ഞരമ്പ് പോലെ ആ കല്ല് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ പല കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കണം. ആ കല്ല് പൊട്ടിച്ചു കഴിയുമ്പോൾ പല കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുമ്പോഴും ഓരോ കഷ്ണത്തിലും ഇതേ രേഖകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ കല്ലിന്റെ പ്രത്യേകത. അപ്പൊ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട ആ മലയിലെ ആ പാറക്കെട്ട് ഇപ്പോഴും ദൈവം അതിന്റെ അഗ്നിയുടെ അല്ലെങ്കിൽ ആ മുൾപ്പടർപ്പിന്റെ ഒരു രേഖാചിത്രം നൽകുന്ന ഒരു അത്ഭുത കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വലിയൊരു ദൈവ സാന്നിധ്യത്തിന്റെ രൂപിയാണ് പരിശുദ്ധ കന്യകയുടെ നിത്യ കന്യകാത്വത്തെ സൂചിപ്പിക്കുന്ന വലിയ ദൈവവചനത്തിന്റെ ഭാഗമാണ്. അതായത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മുൾപ്പടർപ്പ്. നിങ്ങള് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എന്താണ് എംബറർ എമ്മാനുവലിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ ഫ്രീ ആവുന്നുണ്ടായിരുന്നു വീട്ടില്. എംബറർ എമ്മാനുവലിന്റെ മീറ്റിംഗ് കൊടുങ്ങല്ലൂരുണ്ടെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇവിടെ നിന്നൊക്കെ പോയതാണ്. ഇവിടെ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ? മാതാവിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആണ് പോയാണെങ്കിലും അത് പോയില്ലേ? അപ്പോ എംബറർ എമ്മാനുവലിന്റെ മീറ്റിങ്ങിന് അവര് പറയുന്ന ഒരു കാര്യം പരിശുദ്ധ കന്യകയെ കുറിച്ചുള്ള കാര്യമാണ്. പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള മീറ്റിംഗ് അല്ലേ? അപ്പോ അതിൽ പ്രത്യേകമായിട്ട് അവർ പറയുന്നത് പരിശുദ്ധ മാതാവിനെ കുറിച്ചാണ്. മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ അവസാനം മാതാവ് ഈശോനേക്കാൾ വലിയ ആളായിട്ട് മാറും.
അപ്പോൾ നമ്മള് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പരിശുദ്ധ കന്യകയുടെ ഈ ബേണിംഗ് ബുഷിന്റെ ഈ ചിത്രം ആലേഖനം ചെയ്യുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ കന്യകയെ കുറിച്ചുള്ള ഭക്തിയിൽ ഏറ്റവും തീഷ്ണപരമായിട്ട് വിശ്വസിക്കുന്ന ഓർത്തഡോക്സ് സഭയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. അപ്പൊ കത്തോലിക്ക സഭയാണ്. അപ്പോൾ അതിൽ അവരുടെ ചിത്രീകരണം നമ്മളത് കാണാൻ ഐക്യൻ ആണത്. അത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ മാതാവിന്റെ ചിത്രം ജപിക്കുന്ന ആ മുൾപ്പടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രം നാം കാണുന്നത്. അത് ഐക്യൻ അടിച്ചോക്കാരെ നെറ്റിലും കിട്ടും. അപ്പോ അത് കത്തിജ്വലിക്കുന്ന മുൾപ്പടത്തിൽ പരിശുദ്ധ കന്യക ഈ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് ദൈവം പറയുമ്പോൾ ആ പരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധ കന്യകയാണ്. അപ്പോ ഈ എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്നത് ഇത് ദൈവമാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ വാസ്തവത്തില് പരിശുദ്ധ കന്യകയാണ് അവിടെ. ആ കന്യകയുടെ ഉള്ളിലാണ് ദൈവം. ഇതാണ് സഭ നമുക്ക് പറഞ്ഞു തരുന്ന പഠനം. അപ്പോ പരിശുദ്ധ കന്യകയുടെ നിത്യമായ കന്യകാത്വത്തിന്റെ പ്രതീകമാണ് ഈ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഉൾപ്പെടാൻ. അത് ചാരമാകുന്നത് ഇല്ലേ? അത് നശിച്ചു പോകുന്നില്ല. നിത്യമായ കന്യകാത്വം അത് ഒരിക്കലും മങ്ങാത്ത, എന്താണ്, ചാരമാകാത്ത നിത്യ കന്യകാത്വത്തിന്റെ പ്രതീകമായ പരിശുദ്ധമ്മയെ ദൈവം ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മള് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വലിയ സ്നേഹത്തിലും ആദരവിലും ഒക്കെ നമ്മൾ കൂടുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ എന്നെ പോലെ ആകണം. നിങ്ങൾ എൻ്റെ മക്കളാണെങ്കിൽ എന്നെ പോലെ ആകണം. വിശുദ്ധി ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അവൻ പറയുന്നത് ചെയ്യാൻ മാത്രം വലിയ ആർജവത്വം ഉണ്ടാകണം. അല്ലെ? അവൻ എന്ന് പറഞ്ഞാൽ കർത്താവാണ്. അവൻ പറയുന്നത് ചെയ്യുന്നത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. അപ്പൊ ആ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന നമുക്കുണ്ടാകണം. അപ്പൊ വിശുദ്ധിയിലേക്ക് വളരാനും ദൈവസ്നേഹത്തിലേക്കും അത് വഴി പരസ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും ഒക്കെ ആഴപ്പെടാനും പരിശുദ്ധ കന്യകയോടുള്ള ഈ ഭക്തി അല്ലെങ്കിൽ ഈ സ്നേഹം നമുക്ക് ഉപകാരപ്പെടണം. അതിന് സർവശക്തൻ പരിശുദ്ധ അമ്മ വഴി നമ്മെ ഓരോരുത്തരെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് മേരീസ് ഫാമിലി യൂണിറ്റിന്റെ ആഗസ്റ്റ് മാസത്തെ പ്രാർത്ഥനാ യോഗം 3-ാം തീയതി വൈകിട്ട് 4:30 ശ്രീ കാളിയാടൻ തോമസ് പോളിന്റെ ഭവനത്തിൽ കൂടുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടെ യോഗം ആരംഭിച്ചു. തുടർന്ന് പരിശുദ്ധ മാതാവിന്റെ കൊന്ത ചൊല്ലി കാഴ്ചവെച്ചു. യോഗത്തിൽ ബഹുമാനപ്പെട്ട വികാരി ജോയി അച്ഛനും കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി ശ്രീ സെബാസ്റ്റ്യൻ കുറുബശ്ശേരിയും മദർ സുപ്പീരിയർ റീത്ത സിസ്റ്ററും സന്നിഹിതരായിരുന്നു. യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കുമായി കുടുംബനാഥ ശ്രീമതി റാണി തോമസ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ബൈബിൾ വായനയായിരുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ ശ്രീമതി റാണി തോമസ് വായിച്ചു. മദർ സിസ്റ്റർ റീത്ത സിസ്റ്റർ ബൈബിൾ വിചിന്തനം നടത്തി. പരിശുദ്ധ മറിയം യൂദയായിലെ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നതും തുടർന്ന് എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ കുതിച്ചുചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആഗസ്റ്റ് മാസം മാതാവിന്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഈ വചനഭാഗം ഈ മാസം വിചിന്തനത്തിന് നൽകിയത്. ഈ മാസം ആഗസ്റ്റ് 15 പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ. അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ആഗസ്റ്റ് 22 സ്വർലോകരാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് അത്രയ്ക്ക് വിശുദ്ധിയുള്ളത് കൊണ്ടാണ്. മറിയം അടുത്തു വന്നപ്പോൾ എലിസബത്തിന് സംഭവിച്ചതുപോലെ തന്നെയാണ് യേശു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ചൈതന്യത്തിൽ ജ്വലിക്കാൻ തുടങ്ങും. നാം എളിമപ്പെടുന്നിടത്താണ് യേശുവിൻ്റെ ചൈതന്യം നിറയുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് സഹായിക്കാൻ സാധിക്കണം. തുടർന്ന് സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു. പ്രസിഡന്റ് റിപ്പോർട്ട് പാസാക്കി. തുടർന്ന് ഖജാൻജി കണക്ക് അവതരിപ്പിച്ചു. 2184 രൂപ നീക്കിയിരിപ്പുണ്ടെന്ന് അറിയിച്ചു.
വൈദിക ദിനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ശ്രീമതി മിനി ജോസി യൂണിറ്റിന്റെ പേരിൽ നേർന്നു. തുടർന്ന് ചർച്ചയായിരുന്നു. വിശുദ്ധ കുരിശിന്റെ തിരുനാളിനോടനുബന്ധിച്ച് 13-ാം തീയതി നവനാൾ ആരംഭിക്കുമെന്നും 24-ാം തീയതി പള്ളിയുടെ മുഖപ്പിന്റെ വെഞ്ചരിപ്പ് കർമ്മമാണെന്നും അറിയിച്ചു. പിന്നീട് ഹാജർ വിളിയും വരിസംഖ്യയായി 50 രൂപ ലഭിച്ചു. സെപ്റ്റംബർ മാസം കുടുംബ യൂണിറ്റ് ഇല്ല എന്നും ഒക്ടോബർ മാതാവിന്റെ മാസം മാതാവിനെ വെക്കുന്നത് പുളിക്കത്തറ ജോർജ് ഫ്രാൻസിസിന്റെ ഭവനത്തിലാണെന്നും അറിയിച്ചു. തുടർന്ന് ചായ സൽക്കാരമായിരുന്നു. ശ്രീമതി റിൻസി അജോയ് എല്ലാവർക്കുമായി നന്ദി പറഞ്ഞു. അച്ഛന്റെ കുടുംബ പ്രതിഷ്ഠാ പ്രാർത്ഥനയോടുകൂടി യോഗം അവസാനിച്ചു. നന്ദിയുടെ 2 വാക്കുകൾ. ഈ വർഷത്തെ കുരിശിന്റെ തിരുനാളിനോട് അനുബന്ധിച്ച് പള്ളിയുടെ മുഖപ്പിന്റെ പണി പൂർത്തിയാക്കുകയും വെഞ്ചരിപ്പ് കർമ്മം ഉദ്ദേശിച്ച രീതിയിൽ ചുരുങ്ങിയ കാലയളവിൽ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനായി അക്ഷീണം പ്രവർത്തിച്ച അച്ഛനും എല്ലാ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾക്കും ഞങ്ങളുടെ യൂണിറ്റിന്റെ പേരിൽ നന്ദി പറയുന്നു. വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹത്താൽ തിരുനാളും വെഞ്ചരിപ്പും ഭംഗിയായി നടത്താൻ സാധിച്ചു. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ, മദർ സുപ്പീരിയർ റീത്ത, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി മച്ചിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കെ, യൂണിറ്റിന്റെ ആരാധ്യയായ അധ്യക്ഷ വിൻസി, കുടുംബ അംഗങ്ങളെ, ആദ്യമേ തന്നെ ഇന്ന് ഈ ദിനത്തിൻ്റെതായ എല്ലാ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ഞാൻ കുറച്ച് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജപമാലയെ കുറിച്ച് മാത്രമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരമ്മയാണ്. നമ്മളൊക്കെ വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. അപ്പോൾ ഈ അമ്മയോടുള്ള സ്തുതിപ്പും ആരാധനയും എല്ലാം, ആരാധന യഥാർത്ഥത്തിൽ ദൈവത്തിനാണ്. നമ്മൾ കൊടുക്കുന്ന എല്ലാ ആരാധനയും ദൈവത്തിനാണ്. മാതാവിന് ആരാധനയില്ല, എന്നാലും നമ്മ വണക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വണക്കവും വന്ദനങ്ങളൊക്കെ നമുക്ക് മാതാവിന് സമർപ്പിക്കാം. നമ്മളുടെ ആദ്യ മാതാവായിട്ടുള്ള ഹവ്വ ഒരു തെറ്റ് ചെയ്ത്, എന്ത് തെറ്റാണ് ചെയ്തത്? അവ മാതാവ് ചെയ്ത തെറ്റെന്താണ്? ഭക്ഷിച്ചതിന്റെ പേരിലല്ല, അനുസരണക്കുറവാണ് ഉണ്ടായിരുന്നത്, അല്ലെ? അനുസരണക്കുറവ് കാണിച്ച് നമ്മുടെ അമ്മ. അപ്പോ എന്ത് പറ്റി? ലോകത്തിലെ പാപമുണ്ടായി. പരിശുദ്ധ അമ്മ മംഗളവാർത്ത അനുസരിച്ചതിന്റെ പേരിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് രക്ഷകനെ കിട്ടി, നമുക്ക് രക്ഷ കിട്ടി. ഇതാണ് അനുസരണം കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ അനുസരണം കൊണ്ട് നമുക്ക് നേടുവാനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മള് ഈ ജപമാല മാസത്തിലെ ജപമാല എന്ന് പറയുന്ന ഈ മഹനീയമായ ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ നമ്മൾ 4 രഹസ്യങ്ങളാണ് നമ്മൾ ഉരുവിടുന്നത്, അല്ലെ? ആദ്യത്തെ രഹസ്യം എന്താണ്? സന്തോഷത്തിന്റെ രഹസ്യം. രണ്ടാമത്തേത് ദുഃഖത്തിൻ്റെതല്ല, പ്രകാശത്തിന്റെ രഹസ്യം. മൂന്നാമത്തെ യേശുവിനുള്ളപ്പോൾ കാണാതാവിനെ സ്വർഗ്ഗത്തിൽ എടുക്കപ്പെടുന്നതും മാതാവിനെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് വാഴിക്കുന്നത് വരെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ 20 ദിവസമാണ്. അപ്പൊ നമ്മൾ ഈ ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഏറെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. കാരണം നമ്മളെ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾക്ക് ശരിക്കും ഒരു ഭൂതോച്ചാരണം നടത്തുന്ന ഒരു വൈദികൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്,
നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഇതാരാണ്? ഈ നന്മ നിറഞ്ഞ പ്രാർത്ഥന ചെല്ലിയതാരാണ്? ശരിക്കും ആരാണ് നന്മ നിറഞ്ഞ പ്രാർത്ഥന ചെല്ലിയത്? മാലാഖ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആരാണ് പറഞ്ഞത്? യഥാർത്ഥത്തിൽ പറഞ്ഞത് ദൈവമാണ്, അല്ലെ? ദൈവം അറിയിച്ച കാര്യം വന്ന് മാലാഖ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ഉദരഫലം അനുഗ്രഹീതമാണെന്നൊക്കെ പറഞ്ഞത് ആരാണ്? എലീശമ്മയാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദൈവീകമായിട്ടുള്ള വചനാടിസ്ഥാനത്തെ നിങ്ങൾ എടുത്തു വെച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി വിശേഷണം കൊടുത്ത് മാതാവിനെ സ്തുതിച്ച് മുഖത്തെപ്പെടുത്തി നമുക്ക് പ്രാർത്ഥനയിലൂടെ കടന്നു പോകാം. ഒരിക്കൽ കൂടി ഇന്ന് ഈ ദിനത്തിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ പെരുന്നാൾ നമ്മുടെ ഭംഗിയായിട്ട് കൊണ്ടാടി. അതിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ ദൗത്യം വളരെ വിജയകരമായിട്ട് അച്ഛൻ പൂർത്തിയാക്കി. അപ്പോൾ അത് നമ്മളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കത് കഴിഞ്ഞത്. നമ്മളത് ആദ്യമേ ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ നമുക്കുണ്ടായിരുന്നു. ആ പിന്തുണ തുടർന്നും അവസാനം വരെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും നമുക്കത് ലഭിച്ചു. അപ്പോൾ അതിനെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. സഹകരിച്ച നമ്മളോട് കൂടുതലായി സഹകരിച്ചതും കുറച്ച് സഹകരിച്ചവരും നമ്മുടെ യൂണിറ്റിലില്ലാത്തവരും പുറത്തുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. തെരഞ്ഞെടുത്ത കേന്ദ്രസമിതി പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, യൂണിറ്റ് പ്രസിഡന്റ്, മറ്റ് കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഇന്ന് ഈ ഭവനം നമ്മുടെ മാതാവിനെ വെക്കുന്നതിനായി ഒരുക്കി തന്ന പാഞ്ചേരിനും ആൻചേച്ചിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായി നമ്മുടെ യൂണിറ്റിൻ്റെ പേരിലും തന്നിരിക്കുന്ന അച്ഛൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. യൂണിറ്റിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജോയച്ചിനെയും ബഹുമാനപ്പെട്ട സിസ്റ്റർ സുപ്പീരിയറിനും പ്രത്യേകമായി നന്ദി പറയുന്നു. കേന്ദ്രസമിതി പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നിവർക്കും പ്രത്യേകമായി ഈ അവസരത്തിൽ യൂണിറ്റിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്ന് മാതാവിനെ മറ്റ് 3-ാം യൂണിറ്റിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കുകയും അതിനായി പങ്കെടുത്ത വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ന് യൂണിറ്റിൽ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ എന്താണ്, നമ്മുടെ പള്ളിയുടെ മുഖപ്പ് നിർമ്മാണത്തിന് നമ്മുടെ യൂണിറ്റിൽ നിന്ന് സഹകരിച്ചു, എല്ലാവരും തന്നെ സഹകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകൾക്കും ഏവർക്കും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വൈബ്, അതായത് ഒരു യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നു. എല്ലാവർക്കും ക്ഷണിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈശോയുടെ ദീർഘദായനെയും ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളങ്ങേക്കായി പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാൻ ഇടയായാൽ ഞങ്ങളോട്
ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും വിശുദ്ധ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ആമീൻ. ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, വിശുദ്ധ പിതാവേ, വിശുദ്ധ മാർഗരീത്ത മറിയമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ പെരുന്നാളിനെ ഇടവക ദിനത്തിനെ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിരുന്നുണ്ട് അല്ലേ? അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇടവകയുടെ പേരിലും കേന്ദ്ര സമിതിയുടെ പേരിലുള്ള നന്ദി എപ്പോഴും അറിയിക്കുന്നു. നന്ദി കുറഞ്ഞു പോയി ഒന്നൊരു ഡൗട്ട്, അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദി പറയാനായിട്ടേ കുറച്ച് കാര്യം വിട്ടുപോയി. നമ്മള് ഇന്ന് സാധാരണ എനിക്ക് തോന്നുന്നു ഇതുപോലെ എല്ലാ കൊല്ലവും മാതാവിന്റെ സ്വരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ ഒരു മീറ്റിംഗ് ഉണ്ടാവാറില്ല. ഇതുവരെ അങ്ങനെ റിപ്പോർട്ടൊന്നും വായിക്കാറില്ല. പക്ഷെ ഇന്ന് ഒരു പ്രത്യേകത തോന്നുന്നത് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു തികഞ്ഞ കാര്യം. എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് കുറെ വചനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് ഇടയായി. മറ്റു സാധാരണ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മീറ്റിംഗ് നടത്തി അങ്ങനെ ചുമ്മാ അങ്ങനെ പോകലാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ അച്ഛൻ്റെ വളരെ വിലയേറിയ വചന സന്ദേശം ഉണ്ടായി. അതുപോലെ തന്നെ ടോമിച്ചേട്ടൻ നമുക്ക് ജപമാലയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതൊക്കെ വിട്ടുപോയി നന്ദി പെട്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം നന്ദി. കൂടാതെ ഇന്ന് പാഞ്ചേട്ടൻ നമുക്ക് വേണ്ടി നല്ലൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ സദ്യ അത് പ്രിപ്പയർ ചെയ്ത വ്യക്തികൾക്കും അതുപോലെ പാഞ്ചേട്ടൻ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. മാതാവിന്റെ അനുഗ്രഹം എന്നും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പേര് മാതാവിനെ കൊണ്ട് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ അപ്പോഴും നമ്മൾക്ക് വളരെ സ്നേഹത്തോടെ ഭക്ഷണം നൽകി ആൻചേച്ചിയും പാഞ്ചേട്ടനും വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും ഒരു സദ്യ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. നമ്മുടെ കേന്ദ്ര സമിതി അംഗങ്ങൾ വളരെ സന്തോഷത്തോടെ എത്തിച്ചേർന്നു. നമ്മളുടെ യൂണിറ്റിന് വേണ്ടി ആശംസകൾ അർപ്പിച്ചതിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പള്ളിയുടെ മുഖപ്പ് പുതുക്കി പണിതു. അതോടൊപ്പം തന്നെ നല്ല തിരുനാൾ നമ്മുടെ ഇവിടെ നടത്തിയുണ്ടായി. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ ഒറ്റ ആളുടെ എടുക്കുകൊണ്ടാണ് ഇത് നടന്നത്. കാരണം ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന നല്ലൊരു എമൗണ്ട് ആയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും റിസ്ക് ഏറ്റെടുക്കാൻ വേറൊരാൾക്കും കഴിയില്ല. അപ്പോൾ നമ്മുടെ പിതാവ് പറഞ്ഞ പോലെ നിശബ്ദനായ ഔസപിതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്ഛന് നിങ്ങളെല്ലാവരും നല്ലൊരു സന്തോഷത്തോട് ഒരു കൈയ്യടി കൊടുക്കാൻ ഒന്ന് ആവശ്യപ്പെടുന്നു. അച്ഛൻ ഞങ്ങളോട് ആശംസകൾ നേരുന്നു. മാനവർക്ക് പകുത്തു നൽകി ദൈവമണിയോടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമില്ല പൊതിഞ്ഞു വച്ച് മാനവർക്ക് പകുത്തു
വച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. അമ്മ രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്ക് പണിത്തു നൽകി ദൈവമണിയോടെ. ഭക്ഷണം കഴിക്കാതെ എല്ലാവർക്കും വന്നു.